നമ്മൾ ഈ വലിച്ചെടുക്കുന്ന ശ്വാസത്തിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കണ്ടല്ലോ, ഈ ശ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങളെങ്ങാൻ അറിഞ്ഞു പോയാൽ അത്ഭുതപ്പെട്ടു പോകും. അതിലേറ്റവും ഗുണം കിട്ടുന്ന വസ്തു, ഏറ്റവും നന്നായി ഏറ്റവും ഉപകാരപ്രദമായ ഗുണം ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്ന സമയം സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള സമയമാണ് ഫജ്റു സ്വാദിഖിന്റെ സമയം എന്നാണ് ഇസ്ലാമിക സമൂഹം പറയാറുള്ളത്. ഹൈന്ദവ സഹോദരന്മാര് ബ്രഹ്മമുഹൂർത്തം എന്നാണ് ആ സമയത്തെ വിളിക്കാറുള്ളത്. ബ്രഹ്മമുഹൂർത്തം എന്നവരതിനെ വിളിക്കാൻ കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കും എന്നതാണ് അവരുടെ വിശ്വാസം. ദൈവീക സാന്നിധ്യം, ഇലാഹിയായ അനുഗ്രഹം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണത്. ഇത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനുവേണ്ടിയാണ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ഇമാമുമാര്, മസ്ജിദിലെ ഇമാമുമാര് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ നബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ. അല്ലാഹുമ്മ നബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ. അലിമീങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടി വരുന്നത് ഇത്തരം കാരണങ്ങളാലാണ്. ഈ ഉമ്മത്ത് ഏറ്റവും ഭാഗ്യവാന്മാരായത് നമ്മുടെ ഇമാമിങ്ങളിലൂടെയാണ്, നമ്മുടെ ഉസ്താദുമാര് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ അറിയാതെ നമ്മുടെ പ്രതാപത്തിന്, നമ്മുടെ ഐശ്വര്യത്തിന്, നമ്മുടെ ഇസ്സത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ പറയാതെ, നമ്മൾ ചോദിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ ഒരുപക്ഷെ സലാം വീട്ടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴും നമുക്ക് വേണ്ടി മിഹ്റാബിലിരുന്ന് ദുആ ചെയ്യുന്ന നമ്മുടെ ഇമാമുമാർ, അവർ ഈ സമുദായത്തിന്റെ ഭാഗ്യ നക്ഷത്രങ്ങളാണ്. അവർ ഈ സമുദായത്തിന്റെ ഈ മിനാരങ്ങളെക്കാൾ പ്രൗഢിയുള്ളവരാണ് നമ്മുടെ മസ്ജിദിലെ ഇമാമുമാരെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? അവർ ഈ ഉമ്മത്തിന് വേണ്ടി കരളുരുകി ദുആ ചെയ്യുന്നവരാണ്, നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവരാണ്. അക്കൂട്ടത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി നമ്മുടെ ഇമാമുമാര് ചെയ്യുന്ന വലിയ ദുആ ഏതാണ്? അല്ലാഹുമ്മ നബ്ബിഹ്നാ, ഞങ്ങളെ ഉണർത്തണേ, നബ്ബിഹ്നാ, ഞങ്ങളെ ഉണർത്തണേ, അന്നൗമത്തിൽ ഗാഫിലീൻ, ശ്രദ്ധയില്ലാത്തവന്റെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയെ തൊട്ട്. ഇതെത്ര ഗൗരവമുള്ള ദുആ ആണ്, ഇതെത്ര ഗൗരവമുള്ള ദുആ ആണ്. ഉറക്കം തൂങ്ങുന്ന അശ്രദ്ധവാന്റെ ഉറക്കം തൂങ്ങലിനെ തൊട്ട് ഞങ്ങളെ നീ ഉണർത്തണേ. എന്തുകൊണ്ട്? ഉറക്കം തൂങ്ങിപ്പോയാൽ പലതും നഷ്ടപ്പെടും. ഉറക്കം തൂങ്ങിപ്പോയാൽ പലതും നഷ്ടപ്പെടും. എന്റെ യുവാക്കളെ, ജീവിക്കുമ്പോ, ഈ ലോകത്ത് ജീവിക്കുമ്പോ ഉശിരോടെ ജീവിക്കണം. ദുആ വേണം, സുബ്ഹിലെ ദുആ വേണം. ആഫിയത്ത് വർദ്ധിക്കാൻ, ഉശിര് വർദ്ധിക്കാൻ, ശക്തി വർദ്ധിക്കാൻ. ഏതാ സമയം? സൂര്യോദയത്തിന്റെ 2 മണിക്കൂർ മുമ്പുള്ള സമയമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ സമയത്ത് അറിയാണ്ട് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് വരെ കാവലിനെ ചോദിക്കുന്നു നമ്മൾ. അറിയാണ്ട് നാളെ ഉറങ്ങിപ്പോയാൽ ഇന്ന് കിട്ടിയത് നാളെ കിട്ടൂലല്ലോ. ഇന്ന് കിട്ടിയ അനുഗ്രഹം നാളെ എനിക്ക് മിസ്സായി പോവില്ലേ? പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് നഷ്ടമല്ലേ? എന്റെ ഓർമ്മശക്തി കുറയുമല്ലോ. ഓർമ്മശക്തി കുറയും. ഒരു 10 മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ പുലർച്ചെ 4 മണിക്ക് പഠിക്കുന്ന കുട്ടി 10 മിനിറ്റ് പഠിച്ചാൽ മതി. ഇതാ മാറ്റം. പകല് അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ദീർഘമായി 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും പുലർച്ചെ 10 മിനിറ്റ് നേരം വായിക്കുന്ന കുട്ടിയും സെയിം. കാരണം ഈ സൂര്യോദയത്തിന്റെ 2 മണിക്കൂർ മുമ്പുള്ള സമയം അത്രമേൽ അനുഗ്രഹീതമാണ്, അത്രമേൽ ബർക്കത്തുടേതാണ്, അത്രമേൽ അഭിവൃദ്ധിയുടേതാണ്. അത് ജീവിതത്തിലെ ഓരോ വർഷത്തിലും വസന്തമുണ്ടാകുന്നത് പോലെ ഓരോ വർഷത്തിലും വസന്തമാസമുണ്ട്. വസന്ത പൂക്കൾ വിരിയണ, കായ്ക്കൾ ഉണ്ടാകണ ഒരു മാസമുണ്ട്, വസന്തമാസം എന്നതുപോലെ മനുഷ്യ ജീവിതത്തിലെ എല്ലാ ദിവസത്തിലും ഒരു വസന്തമുണ്ട്. ആ വസന്ത എപ്പോഴാ? ഫജ്റാണ്, ഫജ്റു സ്വാദിഖ്. അപ്പൊ ആ സമയത്തുള്ള ദുആ അത് ആരോഗ്യത്തിന് അനിവാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഞാൻ എങ്ങനെയാണ് എന്റെ ശരീരത്തെ രോഗമുള്ളതാക്കി തീർത്തത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം, സുബ്ഹിൽ ഞാൻ ദുആ ചെയ്തില്ല, സുബ്ഹിൽ ഞാൻ എഴുന്നേറ്റില്ല, സുബ്ഹിൽ ഞാൻ ഹംദ് ചെയ്തില്ല.
ഇതാണ് ഒരു ഉത്തരം. രണ്ടാമത്തതോ, ശരീരത്തിന് മാരകമായ രോഗം പിടികൂടാൻ സാധ്യതയുള്ള സമയം അസ്ർ. നാശങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം അസ്ർ. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റിലെ ദുആ പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റിൽ ഒരു പ്രത്യേക ദുആ പഠിപ്പിച്ചു തന്നു. ബഹുമാന്യരായ നമ്മുടെ ഉസ്താദുമാര് പലപ്പോഴും ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അത് ദുആ ചെയ്തു തരുന്നു. ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ. ഈ ദുആഇന്റെ കടുപ്പം എന്താണ്? കുഫർ വരില്ല, ശിർക്ക് വരില്ല, നിഫാഖ് വരില്ല, കാപട്യം വരില്ല. അല്ലാഹു ആ തരത്തിലാക്കി തരട്ടെ. ഈമാൻ കടുകട്ടിയുള്ളതാവാൻ. മനുഷ്യരെ, അൽ ഈമാനു യസിദു വയൻഖുസു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തങ്ങൾ പഠിപ്പിച്ച കാര്യല്ലേ? ഈമാൻ വർദ്ധിക്കും. ഈമാൻ പലപ്പോഴും ഫസാദായി പോകുന്ന സമയം അസ്റാണ്. കാരണം മനുഷ്യനിൽ ശൈത്വാൻ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സമയം അസ്റാൻ. ശൈത്വാൻ ഉണ്ടാക്കുന്ന രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാം പറയാൻ ഇന്ന് കഴിയില്ലല്ലോ. കണ്ണേറ് കൊണ്ടുവരുന്ന രോഗമുണ്ട്, സിഹിറിന്റെ രോഗമുണ്ട്, ശൈത്വാന്റെ രോഗമുണ്ട്, വൈറസുകളിൽ നിന്ന് വരുന്ന രോഗം, ബാക്ടീരിയകളിൽ നിന്ന് വരുന്ന രോഗം, സ്വഭാവം ചീത്തയായതിന്റെ രോഗം, മദ്യപാനത്തിന്റെ രോഗം, മയക്കുമരുന്ന് ഉപയോഗിച്ച രോഗം. ഇന്നിപ്പോ ചെറുപ്പക്കാരുടെ ഒരു വലിയ ട്രെൻഡാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുക. കള്ളു കുടിച്ചതുപോലെ ആളുകൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഇവനീ മയക്കിന്റെ ലോകത്ത് ആസ്വദിക്കും. ഒരുപക്ഷെ പള്ളിയിലൊക്കെ കണ്ടേക്കും. ഈ പാവം ചെറുപ്പക്കാരൻ അറിയുന്നുണ്ടോ അതികഠിനമായ ദുരിതത്തിന്റെ, ജീവിതത്തിലെ സർവ്വരസങ്ങളും ഇല്ലാണ്ടാവുന്നതിന്റെ അവസാനം ജീവിതത്തിന്റെ പലതും ആസ്വദിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഒരു നാണയത്തൊട്ടിന്റെ വില പോലും കിട്ടാത്ത ജീവിതത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് നീ വലിച്ചെറിയപ്പെടും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താകുന്ന ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ നീ ഒന്നും ഇല്ലാണ്ടായി പോകും. നീ ഏറ്റവും വലിയ വിഷാദ രോഗിയോ മാനസിക രോഗിയോ പിന്നെയും കടന്നാൽ ഭ്രാന്തനോ ആയി ജീവിക്കേണ്ടി വരുമെന്ന് കുമാരപ്രായത്തിലോ യൗവനത്തിന്റെ തുടക്കത്തിലോ അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ സമൂഹത്തിലെ കുട്ടികൾക്ക് അറിയില്ല. വലിയ സങ്കടമായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ വളർന്നു വരുന്ന ഒരു വലിയ നാശമാണ് മയക്കുമരുന്ന്. നമ്മൾ അറിയില്ല. ഡ്രഗ് അഡിഷൻ, കുട്ടികളിൽ മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഇതിലൂടെ വരുന്ന മാരകമായ കരൾ രോഗം, ഇതിലൂടെ വരുന്ന മാരകമായ ക്യാൻസർ, ഇതിലൂടെ വരുന്ന ശ്വാസകോശ സംബന്ധമായ മാരക രോഗം, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായും രോഗങ്ങൾ വരുന്ന വഴിയെ നേരത്തെ പ്രതിരോധിക്കുന്ന ഒരു ശൈലി. അപ്പൊ ബർക്കത്ത്, ആഫിയത്തിൽ ബർക്കത്ത്, അതായത് ശരീരത്തിലുള്ള ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടായി തീരുക, അതിന് പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ. പിന്നെ രോഗം, പല നിലയിലുള്ള രോഗം, ശാരീരികമോ മാനസികമോ ഒക്കെ ആയ രോഗം നമ്മളിൽ പിടികൂടാൻ ഏറെ സാധ്യതയുള്ള സമയം അസുറാൻ. അസുറിന്റെ ഭക്തിനെ സൂക്ഷിക്കാൻ പറഞ്ഞത്, അസുര നിസ്കാരത്തെ സൂക്ഷിക്കാൻ പറഞ്ഞത് ഗൗരവത്തോടെ നമ്മൾ എടുക്കണമായിരുന്നു. എന്തിനാ പറഞ്ഞത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മതം പറയുന്ന പല കാര്യങ്ങളും, അള്ളാന്റെ ദീൻ പറയുന്ന പല കാര്യങ്ങളും, ശരീഅത്തുൽ ഇസ്ലാം പറയുന്ന പല കാര്യങ്ങളും, വിശുദ്ധ ഖുർആനിലെ പല നിർദ്ദേശങ്ങളും സത്യത്തിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ സന്തോഷത്തിന്റെ വലിയ കാരണമാണ്. നമ്മളിതറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് പരാജയം. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് അസ്റിലെ ദുആ. സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ നിർവഹിച്ചില്ല. എന്തായിരുന്നു അസ്റിലെ ദുആ? ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ. പിന്നെന്താ ദുആ ഇരിക്കണത്? വആഫിയതൻ ഫിൽ ജസദ്. അവിടെയും ആഫിയത്ത് വന്നു. വആഫിയതൻ ഫിൽ ജസദ്. ശരീരത്തിന് ഏറ്റവും തളർച്ച വരാൻ സാധ്യതയുള്ള സമയം അസ്റാൻ. ശ്രദ്ധ കുറയാൻ സാധ്യതയുള്ള സമയം അസ്റാൻ. ശിരോരോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ള സമയം വൈകുന്നേരമാണ്. മാനസിക രോഗവും ഭ്രാന്തും പിടികൂടാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഏറ്റവും പ്രയാസകരമായ രോഗമാണ് ഭ്രാന്ത് പിടികൂടൽ, മാനസിക രോഗം പിടികൂടൽ. അത് ഏത് സമയത്താണ്? 90% ആളുകൾക്ക് എപ്പോഴാ ഭ്രാന്ത് ഉണ്ടാവുന്നത്? അസ്റിലാണ്. ഇസ്ലാമിക ശാസ്ത്രം പറയുന്ന കാര്യമായാലും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല കേട്ടോ.
വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല. ശൈത്താന്റെ സ്പർശനത്തിൽ നിന്നാണ് മാനം. സമയം അസ്റ. ആ സമയത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്തേ? മനുഷ്യൻ ബലഹീനനായിരിക്കും ആ സമയം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ നിർത്താണ്, പ്രസംഗം നിർത്താണ്. 11:15 നിർത്താണ്. ഇതുകൂടി പറഞ്ഞ് നിർത്താം. അതായത് ഇതാണ് പോയിന്റ്. മനുഷ്യർ സ്വാഭാവികമായി ബലഹീനനാവുന്ന സമയമാണ് ഏത്? അസ്ർ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങള് ജോലി ചെയ്യേണ്ട സമയത്തെ കുറിച്ച് ചർച്ചയുണ്ട്. മഹാനുഭാവൻ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമില്ലല്ലോ. എപ്പോഴാ ജോലി തുടങ്ങേണ്ടത്, എപ്പോഴാ ജോലി അവസാനിപ്പിക്കേണ്ടത്? ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു തആല. അസ്ർ ജോലിയുടെ സമയമല്ലെന്ന് ആ മഹാനുഭാവൻ പഠിപ്പിക്കുന്നു. അസ്ർ ഇസ്തിഗ്ഫാറിന്റെയും തസ്ബീഹിന്റെയും സമയമാണെന്ന് മഹാനുഭാവൻ പഠിപ്പിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെയും തസ്ബീഹിന്റെയും സമയമാവുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താ? തസ്ബീഹിലൂടെയാണ് ശൈത്വാനിയത്തിനെ നാം പ്രതിരോധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എപ്പോഴാ നമ്മൾ ചെല്ലുക? മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് പള്ളികളിൽ. എന്തിനെ? ശൈത്താൻ ഇളകിയോടുന്ന സമയമാണ്. തനിക്ക് പറ്റിയ ആളുകളെ അന്വേഷിച്ചുകൊണ്ട്, തനിക്ക് പറ്റിയ താമസ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, തനിക്ക് പറ്റിയ തടി അന്വേഷിച്ചുകൊണ്ട് ശൈത്വാൻ ഇളകിയോടുന്ന സമയമുണ്ടെന്ന് ഹബീബായ ദൂതർ മുഹമ്മദുർ റസൂൽ. മഗ്രിബോടടുത്താൽ നിങ്ങൾ വീടിന്റെ വാതിലടക്കുകയും മുറ്റത്ത് നിന്ന് കളിക്കുന്ന കുട്ടികളെ വിളിച്ച് തന്റെ ശരീരത്തോട്, വലിയ ആളുകളുടെ ശരീരത്തോട് ചേർത്തി നിർത്തുകയും ചെയ്യണമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ പഠിപ്പിച്ചതെന്നറിയുമോ? ശൈത്വാൻ ഏറ്റവും ദ്രോഹിക്കുന്നത് ബലഹീനരെയും സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകളിലെ ഗർഭിണികളെയുമാണ്. എങ്ങനെ? ശൈത്താൻ ഏറ്റവും ദ്രോഹിക്കുന്ന ആരെയാണ്? ബലഹീനരെ. മനുഷ്യന് സ്വാഭാവികമായി ബലഹീനത വരുന്ന സമയത്താണ് അസ്ർ. ഹഫിളൂ അലസ്വലാത്തി വസ്സലാത്തിൽ വുസ്താ. അസ്ർ നിസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞെന്തിനാ? അപ്പൊ ശൈത്വാന്റെ ഷർറ്, ശൈത്താനിൽ നിന്നുള്ള ഷർറ്, അതിനെ തൊട്ട് കാവല് ചോദിക്കുന്നവരാണ് നമ്മൾ. ശൈത്വാന് ശക്തി പ്രാപിക്കുന്ന സമയം നമ്മളൊന്ന് അറിഞ്ഞു വെക്കൽ നല്ലതാണ്. അസ്റാൻ. ശൈത്താൻ പ്രസവിക്കുന്ന സമയം അസ്റാൻ. ശൈത്താൻ ജനങ്ങളെ ഏറ്റവും ദ്രോഹിക്കുന്ന സമയം അസ്റാൻ. അസ്റിന്റെ ഏറ്റവും അവസാന സമയമായാൽ അതിങ്ങനെ ഇളകിയോടുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തുറന്നു വെച്ച വീടിന്റെ മുൻവാതിൽ പൂട്ടണമെന്നും കുഞ്ഞുമക്കളെ കളിമുറ്റത്ത് നിന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറ്റണമെന്നും ഉപദേശിച്ചു. അപ്പൊ ശൈത്വാന്റെ രോഗം. അപ്പൊ അസ്റിൽ ദുആ ചെയ്യുന്നു നമ്മൾ. സലാമത്തം ഫിദ്ദീനി വആഫിയതം ഫിൽ ജസദ്. അപ്പോൾ ഒരാൾ അസ്റിന്റെ സമയത്ത് ഇത് ദുആ ചെയ്തിട്ടില്ലെങ്കിലോ? ചോദ്യം. ഒരാൾ അസ്റിന്റെ സമയത്ത് ഇത് ദുആ ചെയ്തിട്ടില്ലെങ്കിലോ? അസ്റായപ്പോൾ അസ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ തന്റെ ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായും ബലഹീനതയോടുകൂടി രാത്രിയെ നേരിടേണ്ടി വരും. രാത്രിയെ നേരിടേണ്ടി വരും. ശാരീരിക ക്ഷമതയില്ലാതെ രാത്രിയെ നേരിടേണ്ടി വരും. അപ്പൊ ശരിയായ ഉറക്കിലേക്ക് അയാൾക്ക് പോവാൻ കഴിയില്ല. ശരിയായ ഉറക്കാണ് പിറ്റന്നാളത്തെ പകലിലെ ഏറ്റവും ശരിയായ ഉണർച്ചക്ക് കാരണമാവേണ്ടത്. ഏറ്റവും ശരിയായ ഉറക്കം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അസ്റിലെ ഒരുങ്ങണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ശരിയായ ഉറക്കിലേക്ക് പോവാൻ കഴിയണമെങ്കിൽ, ശാന്തമായ ഉറക്കിലേക്ക് പോവാൻ കഴിയണമെങ്കിൽ, ശരിയായ ഉറക്കിലൂടെ ലഭിക്കുന്ന ഗുണം ഒരാളുടെ തടിക്ക് ലഭിക്കണമെങ്കിൽ, പ്രഷറിന്റെ കംപ്ലൈന്റ് വരാതിരിക്കണമെങ്കിൽ, രക്തസമ്മർദ്ദ രോഗം വരാതിരിക്കണമെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ ഭരിക്കുന്ന രോഗം ബിപിയുടെ കംപ്ലൈന്റ് ആണ്, രക്തസമ്മർദ്ദ രോഗമാണ്. സ്ട്രോക്ക് വരുന്നത്, പക്ഷാഘാതം വരുന്നത്, ബ്ലോക്ക് വരുന്നത് പലതും രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമാണ്. രക്തസമ്മർദ്ദ പ്രശ്നം വരാതിരിക്കാൻ അസ്ർ മുതൽ തന്നെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? രോഗം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ ഉണ്ടാവുന്നതാണോ? രോഗം വെറുതെ ഉണ്ടാവുന്നതാണെന്നാണോ വിശ്വാസം? അല്ല. നമ്മൾ നമ്മുടെ ശരീരത്തോട് കൂറ് കാണിക്കാതെ ഇരുന്നാൽ, നമ്മൾ നമ്മുടെ ശരീരത്തോട് കൂറ് കാണിക്കാതിരുന്നാൽ, ശരീരത്തോട് നമ്മൾ താല്പര്യം കാണിക്കാതിരുന്നാൽ, ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായ ദുആകൾ നമ്മൾ നിർവഹിക്കാതിരുന്നാൽ, അക്കാരണത്താലാണ് രോഗം വരുന്നത്. അപ്പൊ അദാബിന്റെ രോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ശരീരത്തെ പരിഗണിക്കാത്തത് കൊണ്ട് എന്നിലേക്ക് വരുന്ന രോഗം.